തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു എൻഫീൽഡ് ബുള്ളറ്റിലും ദൈവം ഉണ്ടായിക്കൂടെ? അങ്ങനെയെങ്കിൽ എൻഫീൽഡ് ബുള്ളറ്റിനെ ഒരു ആരാധനാ മൂർത്തിയാക്കി ഒരു ക്ഷേത്രം പണിതാൽ എങ്ങനെ ഉണ്ടാകും? അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും ഇന്ത്യയിൽ രാജസ്ഥാനിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. ബുള്ളറ്റിനെ ദൈവമായി ആരാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ഷേത്രം അതങ്ങ് രാജസ്ഥാനിൽ. എന്നാൽ നമ്മുടെ കേരളത്തിലും വിചിത്രമായ, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ആരാധനാ കേന്ദ്രങ്ങളും ആരാധനാ മൂർത്തികളുമുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ കൊച്ചു കേരളത്തിന് പച്ചപ്പും കായലുകളും മാത്രമല്ല, വൈവിധ്യമാർന്ന ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും വലിയൊരു ചരിത്രം കൂടിയുണ്ട്. സാധാരണയായി ക്ഷേത്രങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ശാന്തസ്വരൂപരായ ദേവീ ദേവന്മാരും ശംഖനാദവും മന്ത്രോച്ചാരണങ്ങളും ഒക്കെയാണ്. എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിക്കുന്ന 10ഓളം അപൂർവ ആരാധനാലയങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അത്തരത്തിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള എടപ്പാറ മലദേവർ ക്ഷേത്രം. പാവപ്പെട്ടവരുടെ പ്രിയപ്പെട്ട കള്ളനായ കായംകുളം കൊച്ചുണ്ണിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ. കൊച്ചുണ്ണിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന കൊച്ചുപിള്ളയുടെ കുടുംബക്കാരാണ് ഈ നട നിർമ്മിച്ചത്. ഇവിടെ എത്തുന്ന ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകൾ കേട്ടാൽ ആരും ഒന്ന് അമ്പരന്ന് പോകും. മെഴുകുതിരിയും കള്ളും പാളയം കോടൻ പഴവും മാത്രമല്ല, പഴയകാലത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ബീഡിയും ചുരുട്ടുമൊക്കെയാണ് ഇവിടെ കൊച്ചുണ്ണിക്ക് മുന്നിൽ വെക്കുന്നത്. മോഷണം പോയ സാധനങ്ങൾ തിരികെ കിട്ടാനും വിട്ടുമാറാത്ത രോഗങ്ങൾ മാറാനും ആളുകൾ ഇന്നും ഈ കള്ളന്റെ നടയിലെത്തി പ്രാർത്ഥിക്കുന്നു. കള്ളനിൽ പോലും ദൈവികത കാണുന്ന നമ്മുടെ നാട്ടിൽ പുരാണങ്ങളിലെ വില്ലന്മാരും ആരാധിക്കപ്പെടുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ മായാങ്കോട്ട് മലഞ്ചാരുതി മലനടയിൽ ചെന്നാൽ അത്തരമൊരു കാഴ്ച കാണാം. മഹാഭാരതത്തിലെ ഏറ്റവും കുതന്ത്രശാലിയായ ശകുനിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വെറുപ്പാകും തോന്നുക. എന്നാൽ മായാങ്കോട്ട് മലഞ്ചാരുതി മലനടയിൽ ചെന്നാൽ ആ ധാരണ മാറും. ഭാരതത്തിൽ ശകുനിയെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണിത്. ശകുനിയുടെ ഉള്ളിലെ പ്രതികാര ചിന്തയേക്കാൾ അദ്ദേഹത്തിന്റെ കഠിനമായ തപസ്സിനെയും ഈശ്വര ഭക്തിയെയുമാണ് ഇവിടെയുള്ളവർ ബഹുമാനിക്കുന്നത്. ഇവിടെ വിഗ്രഹങ്ങളൊന്നുമില്ല, പകരം ഒരു തറ മാത്രമാണുള്ളത്. താന്ത്രിക കർമ്മങ്ങൾക്കും ശത്രുദോഷ പരിഹാരങ്ങൾക്കുമായി ഒട്ടനവധി ആളുകൾ എത്തുന്ന ഈ നടയിൽ കള്ളും കറുത്ത തുണിയും പട്ടുമൊക്കെയാണ് പ്രധാന വഴിപാടുകൾ. പാണ്ഡവരെ നശിപ്പിക്കാൻ കൗരവർക്ക് കൂട്ടുനിന്ന ശകുനി ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം കടുത്ത മാനസിക വിഷമത്തിലായെന്നും താൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിച്ചെന്നുമാണ് കഥ. അങ്ങനെ മനസ്സിന് ശാന്തി തേടി അദ്ദേഹം തെക്കോട്ട് യാത്ര ചെയ്യുകയും ഒടുവിൽ കൊല്ലം ജില്ലയിലെ ഈ മലഞ്ചെരുവിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇവിടെ ഇരുന്ന് അദ്ദേഹം പരമശിവനെ ധ്യാനിച്ച് കഠിനമായ തപസ്സനുഷ്ഠിക്കുകയും മോക്ഷം നേടുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. തങ്ങളെ ദ്രോഹിക്കുന്ന ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്കായും വിട്ടുമാറാത്ത രോഗങ്ങൾ മാറാനും താന്ത്രിക കർമ്മങ്ങളിലെ തടസ്സങ്ങൾ നീക്കാനും ഒട്ടനവധി ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ മലനടയിൽ എത്താറുണ്ട്. കുതന്ത്രങ്ങളുടെ രാജാവായിരുന്ന ശകുനിയെ വണങ്ങിയാൽ ശത്രുക്കളുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. എന്നാൽ മനുഷ്യരെ മാത്രമല്ല, വന്യമൃഗങ്ങളെ പോലും പ്രകൃതിയുടെ ഭാഗമായി കണ്ട് ആരാധിക്കുന്ന രീതിയും കേരളത്തിലുണ്ട്. പാലക്കാട് ജില്ലയിലെ മലയോര ഗ്രാമമായ മേടമ്പാറ മുത്തപ്പൻകാവിൽ ആരാധിക്കുന്നത് വന്യമൃഗമായ കടുവയെയാണ്. മലയോര മേഖലയായ ഇവിടെ പണ്ട് കാലത്ത് കർഷകർ വലിയ തോതിൽ വന്യമൃഗങ്ങളുടെ, പ്രത്യേകിച്ച് കടുവകളുടെ ആക്രമണം നേരിട്ടിരുന്നു. തങ്ങളുടെ ജീവനും വളർത്തുമൃഗങ്ങൾക്കും കാർഷിക വിളകൾക്കും സംരക്ഷണം നൽകാൻ കാടിന്റെ നാഥനായ മുത്തപ്പനോടും കാട്ടുദൈവങ്ങളോടും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കടുവയെ ഒരു കാവൽ ദൈവമായി കണ്ട് ആരാധിക്കുന്ന രീതി ഇവിടെ രൂപപ്പെടുന്നത്. കാടിന്റെ കോപത്തിൽ നിന്നും കടുവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ കർഷകർ കളിമണ്ണിൽ തീർത്ത കടുവകളുടെ രൂപങ്ങളാണ് ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നത്. നൂറുകണക്കിന് കളിമൺ കടുവകൾ നിരന്നിരിക്കുന്നത് ഇവിടുത്തെ രസകരമായ ഒരു കാഴ്ചയാണ്. ഇനി പാണ്ഡവരുടെ ഐതിഹ്യം പേറുന്ന മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകാം. പത്തനംതിട്ടയിലെ മാത്തൂർ കാളിദേവി ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ കാളിദേവിയാണെങ്കിലും ഭക്തർ ഏറെ ഭക്ത്യാദരവുകളോടെ വണങ്ങുന്നത് അവിടുത്തെ പാറയിൽ തെളിഞ്ഞു കാണുന്ന ഭീമന്റെ കാൽപാദത്തെയാണ്. അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർ ഈ പ്രദേശത്ത് വന്നിരുന്നു എന്ന ഐതിഹ്യമാണ് ഇതിന് പിന്നിൽ. പ്രകൃതിദത്തമായ ആ വലിയ പാറയിലെ അടയാളത്തെ ഭീമസേനന്റെ കാൽപാദമായി സങ്കല്പിച്ച് ഇവിടുത്തെ ജനങ്ങൾ തലമുറകളായി പൂജിച്ചു പോരുന്നു. ഭീമന്റെ കാൽപാദം പതിഞ്ഞ ഈ വലിയ പാറ ഭീമൻ പാറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാൽപ്പാടിൽ എപ്പോഴും പ്രകൃതിദത്തമായ ജലം ഉറവയായി നിൽക്കാറുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം. കടുത്ത വേനലിൽ പോലും ഈ കാൽപ്പാടിലെ വെള്ളം വറ്റാറില്ല. ഇത്രയേറെ ഭക്ത്യാദരവുകളോടെയാണ് ഈ തീർത്ഥത്തെ കാണുന്നത്. ശാരീരികമായ കരുത്ത് ലഭിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും ജീവിതത്തിലെ വലിയ പ്രതിസന്ധികളെ മറികടക്കാനുമൊക്കെ ഭീമന്റെ ഈ കാൽപ്പാടിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ തലമുറകളായുള്ള വിശ്വാസമാണ്. മലയോരങ്ങളിൽ നിന്ന് തീരദേശത്തേക്ക് വന്നാൽ അവിടെ തികച്ചും വ്യത്യസ്തമായ ഒരു ആരാധന കാണാം. തിരുവനന്തപുരം ശംഖുമുഖം ദേവീ ക്ഷേത്രത്തിൽ ദേവിയോടൊപ്പം തന്നെ കൗതുകമുണർത്തുന്ന
മണ്ടൂക പൂജ അഥവാ തവള ആരാധന നടക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു തവളയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. തീരദേശ മേഖലയെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കടൽക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഭൂമിയുടെ പ്രതീകമായി തവളയെ പൂജിക്കുന്ന അത്യപൂർവമായ ചടങ്ങാണിത്. ഇതേ തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു വിചിത്രമായ ആരാധനാലയമാണ് പാച്ചല്ലൂർ സമാധി. പഴയ കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന വിഷചികിത്സയിലും മാന്ത്രിക വിദ്യയിലും ഒക്കെ വലിയ പ്രഗത്ഭനായിരുന്ന പാച്ചല്ലൂർ ശശി എന്ന മനുഷ്യന്റെ സമാധി സ്ഥലമാണിത്. അദ്ദേഹത്തിന്റെ മരണശേഷം നാട്ടുകാർ അദ്ദേഹത്തെ ഒരു ദൈവതുല്യനായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി. മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ശത്രുദോഷവും ആഭിചാര ദോഷവും ഭയക്കുന്നവരുമൊക്കെ ഈ സമാധി സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. തീരദേശ ഗ്രാമങ്ങളിൽ മനുഷ്യർ മരണശേഷം ദൈവമാകുന്ന ഇത്തരം കാഴ്ചകൾ മലബാർ മേഖലയിലും കാണാം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളുടെ കടലോരങ്ങളിലുള്ള മുത്തപ്പൻ ഒടിയൻ നടകളാണിവ. കറുത്ത ഇരുട്ടിൽ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കടലമ്മയുടെ കാവലായി നിൽക്കുന്ന ഒരു പുത്രസങ്കല്പമാണ് ഈ ഒടിയൻ മുത്തപ്പൻ. ഇവിടെ പരമ്പരാഗതമായ വിഗ്രഹങ്ങളോ വലിയ അമ്പലങ്ങളോ ഇല്ല. കടൽ തീരത്ത് കാണുന്ന പഴയ കല്ലുകളോ കപ്പലിന്റെ അവശിഷ്ടങ്ങളോ ഒക്കെയാണ് ഇവർ തറകെട്ടി ആരാധിക്കുന്നത്. കടലിൽ പോയി തിരികെ വരുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ മീൻ ഇവർ ഈ നടയിൽ സമർപ്പിക്കുന്നു. മൃഗങ്ങളുടെ സങ്കല്പത്തിലുള്ള മറ്റു ചില അപൂർവ ആരാധനകളും നമ്മുടെ വലിയ ക്ഷേത്രങ്ങളുടെ ഭാഗമാണ്. കോട്ടയം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ വലിയ മതിൽക്കെട്ടിനകത്തുള്ള വ്യാഘ്രപാദൻ നട അതിലൊന്നാണ്. പുലിയുടെ കാലുകളുള്ള വ്യാഘ്രപാദ മഹർഷിയെയാണ് ഇവിടെ ആരാധിക്കുന്നത്. പുലർച്ചെ കാട്ടിലെ മഞ്ഞുതുള്ളികൾ വീഴുന്നതിന് മുൻപ് പൂക്കൾ നുള്ളാൻ വേണ്ടി ഇദ്ദേഹം പുലിയുടെ കാലുകൾ വരമായി ചോദിച്ചു വാങ്ങി എന്നാണ് ഐതിഹ്യം. ചെറിയ കുട്ടികൾക്ക് നടക്കാൻ വൈകുന്ന രോഗമുണ്ടായാൽ മാതാപിതാക്കൾ ഈ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് വൈക്കത്തെ വലിയൊരു വിശ്വാസമാണ്. പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും ഭാവങ്ങൾക്കൊപ്പം പ്രണയത്തിന്റെ സങ്കല്പങ്ങളും നമ്മൾ കാവുകളിൽ ആരാധിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്തുള്ള ഗന്ധർവൻ കാവ് സ്ത്രീകളുടെ ഒരു പ്രധാന വിശ്വാസ കേന്ദ്രമാണ്. പുരാണങ്ങളിൽ സ്ത്രീകളെ മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ളവരും കലകളുടെ ദേവന്മാരുമായ ഗന്ധർവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം കാവുകളിൽ ഒന്നാണിത്. മാനസികമായ പ്രയാസങ്ങൾ മാറാനും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കാനും കലാരംഗത്ത് ശോഭിക്കാനും ഒക്കെ സ്ത്രീകളാണ് ഇവിടെ അധികമായി വരുന്നത്. വഴുതനങ്ങയും എണ്ണയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഈ വിചിത്ര വിശ്വാസങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതും പ്രധാനപ്പെട്ടതുമാണ് കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ പോരുവഴി പെരുവിരുത്തി മലനട. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ വില്ലനായി നമ്മൾ കാണുന്ന ദുര്യോധനനെ പ്രധാന പ്രതിഷ്ഠയായി ആരാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക ക്ഷേത്രമാണിത്. കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് പാണ്ഡവരെ തെരഞ്ഞു നടന്ന ദുര്യോധനന് ദാഹിച്ചപ്പോൾ ഇവിടെയുണ്ടായിരുന്ന കുറവർ സമുദായത്തിൽപ്പെട്ട ഒരു വൃദ്ധൻ മദ്യം നൽകി ദാഹം മാറ്റി എന്നാണ് കഥ. ഇതിൽ സന്തുഷ്ടനായ ദുര്യോധനൻ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നൂറുകണക്കിന് ഏക്കർ ഭൂമി ദാനമായി നൽകി. അതിന്റെ നന്ദി സൂചകമായാണ് ഇവിടുത്തെ ജനങ്ങൾ ദുര്യോധനനെ ആരാധിക്കുന്നത്. ഇവിടെയും വിഗ്രഹമില്ല, വലിയൊരു തറ മാത്രമാണുള്ളത്. കള്ളും കറുത്ത കോഴിയും ഒക്കെ വഴിപാടായി നൽകുന്ന ഈ മലനട ജാതി മതഭേദമന്യേ മനുഷ്യർ ഒത്തുചേരുന്ന വലിയൊരു ഉത്സവ വേദി കൂടിയാണ്. കള്ളൻ കൊച്ചുണ്ണിയിൽ തുടങ്ങി വില്ലനായ ദുര്യോധനനിൽ എത്തി നിൽക്കുന്ന ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. കേരളത്തിന്റെ ആരാധനാ സംസ്കാരം എന്നത് കേവലം പുസ്തകങ്ങളിൽ എഴുതി വെച്ച നിയമങ്ങൾ മാത്രമല്ല, അത് മനുഷ്യത്വത്തിന്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒക്കെ വലിയൊരു സങ്കലനമാണ്. നന്മ ചെയ്ത കള്ളനെയും ദാഹം മാറ്റിയ ശത്രുവിനെയും കർഷകന് കാവൽ നിൽക്കുന്ന കടുവയെയും കടലിലെ മീൻപിടുത്തക്കാരന് തുണയാകുന്ന ഒടിയനെയും ഒക്കെ ദൈവമായി കണ്ട് നെഞ്ചിലേറ്റാൻ ഈ കേരളത്തിലെ മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ. വൈവിധ്യങ്ങളുടെയും വിചിത്രമായ വിശ്വാസങ്ങളുടെയും ഈ നാട് എന്നും ഇതുപോലെ മനോഹരമായി നിലനിൽക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.